കൊല്ലപ്പെട്ട SFI പ്രവർത്തകൻ ധീരജ് രാജേന്ദ്രനെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അപമാനിച്ചെന്നാരോപിച്ച് SFI സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് അക്രമം. കണ്ണൂർ സ്റ്റേഡിയം കോർണർ ബസ് സ്റ്റോപ്പിന് സമീപത്തെ കോൺഗ്രസ് കൊടിമരം SFI പ്രവർത്തകർ പിഴുതുമാറ്റി. താലൂക്ക് ഓഫീസിന് മുൻവശം കേസ് തുടരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പടയാളികൾ എന്ന പേരിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡ് തകർത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പട്ടത്ത് നടത്തിയ പ്രകടനത്തിനിടെ ധീരജിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഇതിനെതിരെയായിരുന്നു SFI പ്രതിഷേധം. പ്രതിഷേധ പ്രകടനം എന്ന പേരിൽ ജില്ലയിലുടനീളം അക്രമം അഴിച്ചുവിടുകയാണ് CPM പ്രവർത്തകരെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ CPM-നെതിരെ ഇനി മുദ്രാവാക്യം വിളിച്ചാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചാൽ അവർക്ക് പുഷ്പചക്രം റീത്ത് സമർപ്പിക്കുമെന്നാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ ഒന്നും വഴങ്ങാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭീഷണികൾ മറികടന്ന് ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇനിയും ശക്തമായ രീതിയിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തും. ഗാന്ധിയുടെ സ്തൂപം പണിയാൻ വേണ്ടി ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രസംഗിച്ചത്. RSSകാർ പോലും ഇത്ര തീവ്രമായ ഗാന്ധി വിരുദ്ധത ഇതുവരെ നടത്തിയിട്ടില്ല, ഗാന്ധി നിന്ദ നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CPM കാടത്തം വച്ചുപൊറുപ്പിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. സി മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.